എറണാകുളം ആലുവയിൽ വൻ കഞ്ചാവ് വേട്ട. ട്രെയിൻ മാർഗം എത്തിച്ച 30 കിലോ കഞ്ചാവ് പിടികൂടി. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. ലാൽകൃഷ്ണ വിവരങ്ങൾ ചേർന്നു. ലാൽ, എന്തായാലും അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് എന്നെടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ ഇവരെവിടുന്ന് കൊണ്ടുവന്നതാണ്? സ്ഥിരം പരിപാടിയാണോ, അതോ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും 30 കിലോ കൊണ്ടുവന്നേക്കാം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നാണോ ലാൽ? ഹാഷ്മി, ഈ നാട്ടിൽ പോയിട്ട് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ കേട്ടാറുണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് നാട് വിട്ടുപോയ ബംഗാൾ സ്വദേശികളായിട്ടുള്ള ആളുകൾ തിരികെ എത്തുമ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന ആലുവ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട്. ഇത്തരത്തിൽ ആലുവയിൽ പരിശോധന ഉണ്ട് എന്ന വിവരം കിട്ടിയാൽ പലരും അങ്കമാലിയിലോ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റോഡ് മാർഗം പെരുമ്പാവൂര്, അങ്കമാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പതിവായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുമെന്ന സൂചന ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അങ്കമാലി കേന്ദ്രീകരിച്ചുകൊണ്ടും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും റൂറൽ പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നത് വ്യാപകമായി അറിയുന്നതിനിടയിലാണ് ആലുവയിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ ട്രെയിൻ മാർഗം വന്നെത്തിയത്. ഇവരെ അവിടെ നിന്ന് അടുത്ത ഓട്ടോയിൽ കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഓട്ടോ പിടിച്ചു നിർത്തിയാണ് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് 30 കിലോ കഞ്ചാവ് കൃത്യമായി പാക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത വേളയിലാണ് നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇത് ആർക്കൊക്കെ എവിടെയൊക്കെ ഇതിനു മുമ്പ് ആരൊക്കെ കൊണ്ടുവന്നു, എവിടെ നിന്ന് ലഭ്യമായി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന പരിശോധന റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ടീം, ഡാൻസ് ഓഫ് ടീം ഈ രണ്ടിടം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഈ 30 കിലോ കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട്. ഇനി 30 കിലോ കഞ്ചാവ് പിടികൂടിയ സമയത്ത് സമീപത്ത് കൂടി മറ്റാരെങ്കിലും മറ്റു രീതിയിലുള്ള കഞ്ചാവ് ലഹരി വസ്തുക്കൾ കടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും വ്യാപകമായി പരിശോധന റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ വോട്ടിംഗ് കഴിഞ്ഞ് തിരികെ എത്തുന്ന ഈ സമയങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്താൻ തന്നെയാണ് ഡാൻസ് ഓഫ് ടീമിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.